ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ എന്ന പഠന പരമ്പരയുടെ 12ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ക്രിസ്തീയ വിശ്വാസം തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അത് വെറും അന്ധവിശ്വാസമല്ല. വളരെ വ്യക്തമായി അത് ആധാരമാക്കിയിരിക്കുന്ന അടിസ്ഥാന തെളിവുകൾ. ഈ പഠന പരമ്പരയുടെ 12ാമത്തെ അധ്യായത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തെളിയിക്കുന്ന അനേക തെളിവുകൾ, അനേക വാദങ്ങളിലൂടെയാണ് നമ്മൾ അവതരിപ്പിച്ചത്. നാം അവസാനമായി ചിന്തിച്ചത് ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവ് മനുഷ്യനിലുള്ള സൗന്ദര്യബോധം അഥവാ ഹൃദയ കലാസ്വാദന ചാതുര്യം മനുഷ്യനുള്ളതാണ്. അത് വളരെ പ്രധാനമാണ്. ഇത് മനുഷ്യന് വിശേഷതയേറി നൽകപ്പെട്ട നിസ്തുലമായൊരു കഴിവാണ്. മനോഹരമായ സൗന്ദര്യമുള്ള പ്രപഞ്ചത്തെയും ജീവിതത്തെയും കണ്ട് അതിനോട് പ്രതികരിക്കാനുള്ള കഴിവ്. ഇത് കാണുമ്പോൾ മനുഷ്യന് അത്ഭുതം, അഭിനന്ദനം, സന്തോഷം, നല്ല വികാരം, സമാധാനം, ശാന്തത ഇതെല്ലാം ഉളവാകുകയാണ്. അത്രമാത്രം മനോഹരമായ കാഴ്ചകളാലാണ് ഇന്ന് ഈ ശപിക്കപ്പെട്ട ഭൂമിയെ പോലും ദൈവം അണിയിച്ചൊരുക്കി വെച്ചിരിക്കുന്നത്. മനുഷ്യൻ മൃഗമല്ല. മനുഷ്യൻ ഈ സൗന്ദര്യ ബോധമുള്ള ഒരു ജീവിയാണ്, അല്ലെങ്കിൽ ഒരു സൃഷ്ടിയാണ്. ആ തരത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മുടെ ഭാവനകൾക്ക് അതീതമാണ് ഏതും തോട്ടം. അവിടുത്തെ സൗന്ദര്യം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ, പശ്ചാത്തലത്തിൽ വൈവിധ്യമാർന്ന നിറങ്ങൾ, വൈവിധ്യമാർന്ന വൃക്ഷങ്ങൾ, ചെടികൾ, പൂക്കൾ, സുഗന്ധ പരക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം, അവിടെയാണ് ദൈവം മനുഷ്യനെ ആക്കി വെച്ചത്. ദൈവം സൃഷ്ടിച്ച ഭൂമി മുഴുവൻ ഒരേ നിറമല്ല, വെറും ബ്രൗൺ നിറം മാത്രമാണെന്ന് ചിന്തിക്കുക. ഭൂമി മുഴുവൻ ഒരു സുഖവും സന്തോഷവും കാണില്ല ഭൂമിയിലേക്ക് നോക്കി. പക്ഷെ ദൈവം മനുഷ്യനെ ആക്കി വെച്ചതായ ഏതും തോട്ടം എത്ര മനോഹരമായിരുന്നു. അത് നശിച്ചുപോയി. മനുഷ്യൻ തന്നെ അത് ശാപനിമിത്തം അത് തകർത്ത് കളഞ്ഞു. ഇപ്പം പദാർത്ഥങ്ങളിലൂടെയല്ല മനുഷ്യൻ ഉത്ഭവിച്ചതും മനുഷ്യന് ഈ സൗന്ദര്യബോധം ഉണ്ടായിരിക്കുന്നത്. നമ്മളൊരു കടയിൽ ചെന്നൊരു വസ്ത്രം വാങ്ങാനിരിക്കുമ്പോൾ, ആ വസ്ത്രം നമ്മുടെ മുമ്പിൽ നിരത്തുമ്പോൾ നമ്മളത് തിരഞ്ഞെടുക്കുന്നതിന് പിന്നിലൊരു സൗന്ദര്യബോധമുണ്ട്. ആ വസ്ത്രം ധരിച്ച് നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം നന്നായിട്ടുണ്ട്, മറ്റൊരാൾ പറയും കൊള്ളാം. അപ്പം ഈ ഒരു സൗന്ദര്യബോധം, ഈ ഒരു സഹജവാസന പദാർത്ഥത്തിൽ നിന്ന്, മണ്ണിൽ നിന്ന്, പൊടിയിൽ നിന്ന് വന്നതല്ല. പിന്നെ എവിടെ നിന്നാണ് മനുഷ്യന് ഈ ഗുണമുണ്ടായത്? ഇപ്പം മനുഷ്യൻ വളരെയധികം ജ്ഞാനത്തോടുകൂടി കലാബോധമുള്ള, സൗന്ദര്യബോധമുള്ള ഒരു വ്യക്തി ഇതിൻ്റെ പിന്നിലുണ്ട്. ഒരു മനസ്സ് ഇതിൻ്റെ പിന്നിലുണ്ട്. ആ മനസ്സ് സൗന്ദര്യത്തിൻ്റെ തികവാണ്. അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ ഭൂമിയെ സൃഷ്ടിക്കില്ല, പ്രപഞ്ചത്തെ ഇങ്ങനെ അണിയിച്ചൊരുക്കില്ല. ദൈവത്തിൻ്റെ കലാവിരുത്, ദൈവത്തിൻ്റെ ആവിഷ്കാരം, സൗന്ദര്യം, ഭംഗി, ക്രമീകരണം, അതെല്ലാം അത് വിളിച്ചോതുകയാണ്. അത് ദൈവമാണ്. മനുഷ്യൻ നിസ്തുലനാണ്. അവന് മാത്രമാണ് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ. സംഗീതം കേൾക്കുമ്പോൾ, കലാസൃഷ്ടികൾ കാണുമ്പോൾ, പ്രകൃതിയെ കാണുമ്പോൾ, ശില്പങ്ങളെ കാണുമ്പോൾ, ഓരോന്നിനെ കാണുമ്പോൾ അത് കണ്ട് ആസ്വദിക്കാൻ. അതൊരു വിധത്തിൽ നമ്മുടെ ഭാഷയിൽ മതിമറന്ന് നിൽക്കുകയാണ്. ആ മനോഹരമായ പ്രകൃതി ലാവണ്യത്തെ കണ്ട്. ഇതൊരു പട്ടിക്കും പൂച്ചയ്ക്കും ആനയ്ക്കും കഴിയില്ല. ഇത് മനുഷ്യൻ പദാർത്ഥത്തിൽ ഉത്ഭവിച്ചവനല്ല. പരിണമിച്ച് മൃഗത്തെ ഒരു കുരങ്ങളിൽ നിന്ന് പരിണമിച്ച് വന്നവനല്ല മനുഷ്യൻ. അങ്ങനെയാണെങ്കിൽ മൃഗങ്ങൾക്കും ഈ കഴിവ് വേണം. പക്ഷെ മൃഗങ്ങൾ കഴിവില്ല. അത് തന്നെ സൂചിപ്പിക്കുന്ന മനുഷ്യൻ മൃഗത്തിൽ നിന്ന് വന്നവനല്ല. ഇത് നമ്മൾ ഒന്നാമതായിട്ട് കണ്ടു. കൂടാതെ ഏഴാമതായി അവസാനമായി നമ്മൾ കണ്ട വാദം വളരെ സുപ്രധാനമായൊരു വാദം, വെളിപാടിൽ നിന്നുള്ള വാദം, വെളിപ്പെടുത്തൽ. കാരണം ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് മതപരമായ, ആത്മീകമായിട്ടുള്ള ദാഹത്തോടും കഴിവുകളോടും താല്പര്യത്തോടും കൂടിയാണെന്ന് നമ്മൾ ഇതിനകം തന്നെ കണ്ടു. മനുഷ്യർ ധാർമ്മിക ജീവിയാണ്, ധാർമ്മികമായി ജീവിക്കേണ്ടവനാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ധാർമ്മികമായി അവൻ്റെ ജീവിതം നയിക്കപ്പെടേണ്ടതുള്ള നിർദ്ദേശങ്ങൾ, സൂചനകൾ, നടത്തിപ്പവന് വേണം. താനേ നടക്കാൻ പറ്റില്ല. അവൻ്റെ കാലടികൾ നേരായ രീതിയിൽ നടത്തുവാനുള്ള നിർദ്ദേശം നൽകപ്പെടണം. ധാർമ്മികമായി ശരിയും തെറ്റും മനസ്സിലാക്കി ശരിയെ മാത്രം സ്വീകരിച്ച് തെറ്റ് തള്ളിക്കളഞ്ഞ് ജീവിക്കണമെങ്കിൽ കൃത്യമായൊരു നിർദ്ദേശം കൊടുക്കണം. അവിടെയാണ് ദൈവത്തിൻ്റെ ആവശ്യകത. ദൈവത്തെ വെളിപ്പെടുത്തി. എന്തുകൊണ്ട് ദൈവം വെളിപ്പെടുത്തി? ദൈവം ഉണ്ട് എന്നുള്ളത് കൊണ്ട്. ഇല്ലാത്ത ദൈവത്തിന് വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ. ദൈവമുണ്ട്, അതുകൊണ്ടാണ് ദൈവം വെളിപ്പെടുത്തിയത്. അപ്പം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, ഈ കഴിവുകൾ നൽകിയ ദൈവം, അതായത് ഭക്തി, ധാർമ്മികത, മനസ്സാക്ഷി,
ഇതൊക്കെ മനുഷ്യന് നൽകി തന്ന ദൈവം മനുഷ്യർക്ക് തന്നെ വെളിപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ വളരെ ആവശ്യമാണ്. കാരണം മൃഗത്തിന് മനുഷ്യരെ പഠിപ്പിക്കാൻ പറ്റില്ല, ഒരു മനുഷ്യന് വേറൊരു മനുഷ്യരെ പഠിപ്പിക്കാൻ പറ്റില്ല. എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കണമെങ്കിൽ മനുഷ്യനേക്കാളും ഉന്നതമായ ധാർമ്മികമായ വിശുദ്ധിയും പരിശുദ്ധിയും പൂർണ്ണതയുമുള്ള ഒരു ഉറവിടം വേണം. അത് ദൈവമാണ്. അപ്പം അത് തെളിയിക്കുന്നത് എന്താണ്? ദൈവമുണ്ട്. ഈ വെളിപ്പെടുത്തൽ ഉണ്ടെങ്കിൽ അത് ദൈവം ഉണ്ടെന്ന് തെളിവാണ്. അപ്പം അത് തീർച്ചയായിട്ടും സാധ്യമാണ്. വെളിപ്പെടുത്തൽ, ദൈവം വെളിപ്പെടുത്തുക എന്നുള്ളത് സാധ്യമാണ്. നിത്യമായ ജ്ഞാനം, മനുഷ്യർക്ക് പരിജ്ഞാനവും വെളിച്ചം കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് വെളിച്ചം കിട്ടുകയുള്ളൂ. സങ്കീർത്തനം 33. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണും. നമുക്ക് പ്രകാശം, നമ്മൾ ഇരുട്ടത്താണ് ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രകാശമാണ് നമ്മുടെ പ്രകാശം. നിന്റെ വചനം എൻ്റെ കാലിൻ്റെ ദീപവും പാതയ്ക്ക് പ്രകാശം. അപ്പം അങ്ങനെ നമുക്ക് പരിജ്ഞാനം കിട്ടുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്. ഞാൻ എവിടെ നിന്ന് വന്നു? ഭൂമി എവിടെ നിന്ന് ഉത്ഭവിച്ചു? ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം? പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇതിനെല്ലാം ഉത്തരങ്ങളുണ്ട് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ സംഭവിച്ചുകൊണ്ട്. അല്ലെങ്കിൽ മനുഷ്യൻ ഇരുട്ടി തപ്പിത്തടയും. യിരെമ്യാവ് തന്നെ പറഞ്ഞു, യഹോവയെ മനുഷ്യരുടെ കാലടികളെ നേരെയാക്കാൻ അവരിൽ തന്നെ കഴിവില്ല, സ്വാധീനമില്ല. ഇപ്പം ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവമില്ല. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു, ഈ കഴിവും താല്പര്യത്വം ആഗ്രഹത്തോടെ സൃഷ്ടിച്ചു. പക്ഷെ വേണ്ട നിർദ്ദേശങ്ങളും വെളിപ്പെടുത്തലുകളും കൊടുക്കുന്നില്ല. എൻ്റെ അർത്ഥം ദൈവമില്ല എന്നതാണ്. പക്ഷെ ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? ലോകത്തിന് അപ്പുറം ഒരു യാഥാർത്ഥ്യമുണ്ട്. സ്വർഗമെന്ന് പറയുന്ന ഒരു ഉറവിടത്തിൽ നിന്ന് ഇതാ ഭൂമിയിലേക്ക് ഒരാൾ ഇറങ്ങി വന്നിരിക്കുന്നു. ഇറങ്ങി വന്ന് ദൈവം ആരാണെന്ന് കാണിച്ചു തന്നു. നടക്കേണ്ട ജീവിതം, ജീവിക്കേണ്ട ജീവിതം എങ്ങനെയെന്ന് മാതൃകയായി കാണിച്ചു തന്നു. മുകളിൽ ആരുമില്ലെങ്കിൽ ഇറങ്ങി വരാൻ പറ്റില്ല. അവിടെ ആരുമില്ല, നമ്മൾ വിശ്വസിക്കേണ്ടി വരും നമ്മുടെ കാര്യത്തിൽ ഇടപെട്ടില്ല എങ്കിൽ. ഇത് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ താൻ സൃഷ്ടിച്ച മനുഷ്യന് വേണ്ടി എല്ലാ കാലങ്ങളിലൂടെയും അവസാനം തൻ്റെ സ്വന്തം പുത്രനെ തന്നെ അയച്ചു എന്നാണ് പറയുന്നത് അതിന്. അപ്പം ദൈവം അവിടെ ഉണ്ട്. ദൈവം സ്വർഗത്തിലുണ്ട്, ഉയരത്തിലുണ്ട്. ആ അസ്തിത്വം അവിടെ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആരുമില്ല. അപ്പം ഇത് വളരെയധികം സാധ്യതയാണ്. ഇത് സംഭവ്യമാണ്. സൃഷ്ടാവ് സൃഷ്ടിക്ക് തന്നെ വെളിപ്പെടുത്തുക, അറിവ് കൊടുക്കുക. അല്ലെങ്കിൽ എന്തൊരു ക്രൂരതയാണ്. ആത്മീകമായ താല്പര്യത്തോടുകൂടി മനുഷ്യനെ സൃഷ്ടിച്ചു, ഭക്തിയുടെ ആഗ്രഹത്തോടുകൂടി സൃഷ്ടിച്ചു, ആത്മീക ആഗ്രഹത്തോടുകൂടി സൃഷ്ടിച്ചു. പക്ഷെ അങ്ങനെ രൂപകൽപ്പന ചെയ്ത മനുഷ്യന് ആ ലക്ഷ്യം നേടുവാനായിട്ട് ഒന്നും ചെയ്യാതിരിക്കുക, ഒന്നും ചെയ്യാതെ ലക്ഷ്യത്തിലേക്ക് ജീവിക്കാൻ പറയുക, ഒരിക്കലും സാധിക്കില്ല. അതിന് വേണ്ട വെളിപാട് കൊടുക്കണം, ധാർമ്മിക നിയമങ്ങൾ കൊടുക്കണം, നിലവാരം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം, എന്ത് ചെയ്യരുത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കണം. അതിന് ദൈവത്തെ വെളിപ്പെടുത്തണം, അല്ലെങ്കിൽ ലക്ഷ്യം പൂർത്തിയാക്കാൻ പറ്റില്ല. അപ്പം ഇത് വളരെ ആവശ്യമാണ്. ആത്മീകമായ ആവശ്യമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം. ഒരു സർവ്വലോകം നേടിയാലും ആത്മാവിൻ്റെ ആവശ്യം നിറവേറ്റില്ലെങ്കിൽ അവനെ മൂഢ എന്നാണ് വിളിച്ചത്. ഇത് ഈ ഒരുക്കി വെച്ചതൊക്കെ ആർക്കാകും? കോടിക്കണക്കിന് സ്വത്ത് സംഭരിച്ചല്ലോ, മക്കളുമില്ല, നീ ആരെയും സ്നേഹിക്കുന്നുമില്ല, നീ എത്ര നാൾ ജീവിക്കും? 1500 വർഷമൊന്നും ഒരു മനുഷ്യന് ജീവിക്കില്ല, ഏറിയാൽ 70-80. ഇതൊക്കെ പിന്നെ ആർക്കാകും? നിന്റെ ജീവിതം കൊണ്ട് എന്ത് ഗുണം എന്ന് ചോദിച്ച ചോദ്യം അതുകൊണ്ടാണ്. ഇപ്പം പിതാവായ ദൈവത്തെ പിതാവെന്ന് അവതരിപ്പിക്കുന്ന ദൈവം നിന്റെ മക്കൾക്ക് അപ്പം ചോദിച്ച പാമ്പിനെ പിടിച്ചു കൊടുക്കില്ല, ആഹാരം ചോദിച്ച തേളിനെ പിടിച്ചു കൊടുക്കില്ല. മനുഷ്യരായ നമ്മൾ പോലും ചെയ്യില്ല ദൈവം പറഞ്ഞു. എങ്കിൽ പിന്നെ ദൈവം എത്രയധികം തന്നെ വെളിപ്പെടുത്തും. എല്ലാം നല്ല ദാനവും തികഞ്ഞ വരവും ഒക്കെ ഉയരത്തിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്ന യാക്കോബ് തൻ്റെ പുസ്തകത്തിൽ 1-17 വാക്യത്തിൽ പറഞ്ഞു. ഇപ്പം മനുഷ്യന് ദൈവത്തെ ആവശ്യമാണ്. മനുഷ്യന് ദൈവത്തെ എല്ലാം ജീവിക്കാൻ പറ്റില്ല. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മനുഷ്യനാകണമെങ്കിൽ അവൻ്റെ ദൈവം ആവശ്യമുണ്ട്. ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ ദൈവം ഇരിക്കണം. സത്യദൈവത്തെ അവൻ അറിയണം, അത് അത്യാവശ്യമാണ്. ദൈവത്തെ കൂടാതെ മനുഷ്യന് യഥാർത്ഥത്തിൽ സമ്പന്നമായി സമർത്ഥമായി അനുഗ്രഹത്തോടെ ജീവിക്കാൻ പറ്റില്ല. സത്യദൈവത്തെ അറിയണം. ഇല്ലെങ്കിൽ പോഷകാഹാരക്കുറവുള്ള കുഞ്ഞുങ്ങളെ പോലെ ഇരിക്കും, വേണ്ട ആഹാരം കിട്ടിയില്ല. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ഈ വിധത്തിലാണ് ആത്മീകമായ ആഹാരം, ആത്മീകമായ അനുഭവം. ഇപ്പം വെളിപാട് നൽകുമ്പോഴാണ് മനുഷ്യൻ പൂർണ്ണതയിലെത്താൻ കഴിയുന്നത്. ദൈവം തന്നെ വെളിപ്പെടുത്തുകയും ആ വെളിപ്പെടുത്തൽ നമ്മളെ പിൻപറ്റുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ലക്ഷ്യത്തിൽ യാത്ര ചെയ്തെത്തുന്നത്. അല്ലാതെ പോയി വഴിതെറ്റും. ദൈവത്തിൻ്റെ വെളിപാടുകളനുസരിച്ച് ജീവിച്ചാൽ നിത്യതയിൽ സ്വർഗത്തിൽ എത്തിച്ചേരും. അതാണ് വചനം എൻ്റെ പാതയ്ക്ക് പ്രകാശവും കാലിന് ദീപവും. അതാണ് ബൈബിൾ. അപ്പം ഇത് ന്യായമാണ്, സാധ്യമാണ്, സംഭവ്യമാണ്, ആവശ്യമാണ്. ഇത് ന്യായമാണ്. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ തന്നെ വെളിപ്പെടുത്തുന്നത് തികച്ചും ന്യായമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവം വെളിപ്പെടുത്തി. അതാണ് ബൈബിൾ.
ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകിയ സന്ദർഭങ്ങൾ, ദൈവത്തിൻ്റെ ഇഷ്ടമറിയിച്ച കാര്യങ്ങൾ ഇതെല്ലാം വെളിപ്പെടുത്തി എഴുതി തന്നു. അതാണ് ബൈബിൾ. ഇപ്പം ധാർമ്മിക സൃഷ്ടിയായ മനുഷ്യന് ജീവിത നിലവാരം, അവൻ്റെ മാനദണ്ഡം, പാതകൾ, നിയന്ത്രണങ്ങളെല്ലാം ആവശ്യമാണ്. ഇതൊന്നും പദാർത്ഥത്തിൽ മണ്ണിൽ നിന്ന് വരില്ല, പൊടിയിൽ നിന്ന് വരില്ല. മനുഷ്യ ജീവിക്കേണ്ട വഴി എന്താണെന്ന് മണ്ണ് പറഞ്ഞു തരില്ല, പൊടി പറഞ്ഞു തരില്ല, പദാർത്ഥങ്ങൾ പറഞ്ഞു തരില്ല, കെമിക്കൽ പറഞ്ഞു തരില്ല. അതൊക്കെ സത്യവും നീതിയും വിശുദ്ധിയും നിറഞ്ഞ ഒരു ഉറവിടത്തിൽ നിന്ന്, സദാചാര മൂല്യങ്ങൾ പൂർണ്ണതയോടുകൂടി ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമാണ് സംഭവിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ആ വ്യക്തി എന്നുള്ള വെളിപ്പെടുത്തലാണ് ആവശ്യം. അത് ദൈവം നൽകി തന്നു. അപ്പം ആ വെളിപാടുകളിൽ നിന്നുള്ള വാദം എന്നതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. ഇപ്പോൾ വെളിപാടിൻ്റെ സന്നദ്ധത, സാധ്യത, അതിൻ്റെ സംഭവ്യത, ആവശ്യകത, അതിൻ്റെ യുക്തിസഹജമായ കാര്യകാരണ സഹിതമായ അതിൻ്റെ നില എല്ലാം വ്യക്തമായി കണ്ടു കഴിഞ്ഞു. എന്താണ് വെളിപാട്? വെളിപാടെന്ന വിഷയത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ബൈബിൾ ദൈവത്തിൻ്റെ വെളിപാട്, ദൈവത്തിൻ്റെ അസ്തിത്വത്തിന് വേണ്ടി നിൽക്കുന്ന ഉറച്ച തൂണാണ് ബൈബിൾ. ദൈവത്തിൻ്റെ വെളിപാടാണ് വിശുദ്ധ വേദപുസ്തകം ബൈബിൾ. അത് ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ ഉറച്ച പിന്തുണ നൽകുന്ന തൂണാണ്. എന്തുകൊണ്ടെന്നാൽ അതിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇടപാടുകളുടെ സാക്ഷ്യമുണ്ട്. ദൈവം മനുഷ്യർ തന്നെ വെളിപ്പെടുത്തിയ ചരിത്രം ബൈബിളിലുണ്ട്. ബൈബിൾ വ്യക്തമായിട്ട് അവകാശപ്പെടുന്നു ദൈവത്തിൻ്റെ വെളിപാടാണ് ബൈബിൾ. അപ്പോൾ ബൈബിൾ അതുകൊണ്ട് വിശദമായി പരിശോധിക്കുകയും ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവായി കണക്കാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു വ്യക്തി പ്രകാരം എഴുതിയ ബൈബിൾ അതിൻ്റെ ദൈവീകത്വത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് നൽകുകയാണ്. അവിശ്വാസികൾക്ക് നൽകുന്ന വലിയ തെളിവാണ് ബൈബിൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ. അതിൽ ആ ദൈവീകത്വത്തിൻ്റെ അടയാളങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ദൈവത്തിൻ്റെ ദൈവീകത്വത്തിൻ്റെ അടയാളങ്ങൾ അടങ്ങുന്നതാണ് ബൈബിൾ. അതിലെ വിഷയം തന്നെ വളരെ മഹത്വപൂർണ്ണമാണ്. ജീവനുള്ള സത്യദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ, ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ, മനുഷ്യൻ പാപത്തെ വീടുമായ മനുഷ്യരെ അവിടെ നിന്ന് വീണ്ടെടുക്കുവാൻ ദൈവം വ്യക്തമായി തൻ്റെ പുത്രനിലൂടെ ഒരുക്കിയ വിശ്വാസജനകമായിട്ടുള്ള ദൈവത്തിൻ്റെ ആ വലിയ രക്ഷാപദ്ധതി, അത് ദൈവത്തിൻ്റെ സ്വർഗീയ രക്ഷാപദ്ധതിയാണ്. അപ്പോൾ തുലനം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഇതിന് സമാനതകളില്ല. ബൈബിൾ എന്ന ഗ്രന്ഥത്തിന് സമാനതയുള്ള മറ്റൊരു ഗ്രന്ഥമില്ല. ബാക്കിയെല്ലാം മനുഷ്യനിർമ്മിതങ്ങളാണ്. ബൈബിൾ ദൈവീകമായ ഉറവിടത്തു നിന്ന് വന്നതാണ്, ദൈവത്തിൻ്റെ ആലോചനയാണ്. പിന്നെ ഇതിനോട് തുലനം ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ഗ്രന്ഥമില്ല. അത് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നു ബൈബിളിൻ്റെ നിസ്തുലത, വിശേഷത. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ബൈബിൾ ദൈവവചനമാണ്, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ഇപ്രകാരം ഒരു നിസ്തുലമായ ഗ്രന്ഥം എങ്ങനെ ഉത്ഭവിച്ചു? അതിൻ്റെ ഐക്യത, അതിൻ്റെ പ്രവചനപരമായുള്ള കഴിവുകൾ, അതിൻ്റെ പ്രായോഗികത, അതിൻ്റെ ഉപദേശങ്ങൾ, അതിൻ്റെ ഗുണങ്ങളെല്ലാം ഒരിക്കലും മനുഷ്യന് പറ്റില്ല. ഈ ബൈബിളിൽ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ, ഉപദേശങ്ങൾ, ആലോചനകൾ, ധാർമ്മിക തത്വങ്ങൾ, ഇതൊന്നും പറയാൻ മനുഷ്യനെ പറ്റില്ല. അത്രയ്ക്കും മനുഷ്യൻ പുണ്യവാനും നേരുള്ളവനും യോഗ്യനും ആശ്രയിക്കാൻ കൊള്ളാവുന്നവനുമല്ല. ബൈബിളിൽ പറയുന്ന വിഷയങ്ങൾ പറയാനും പഠിപ്പിക്കാനും ഉപദേശിക്കാനുമുള്ള കഴിവ് ഒരിക്കലും മനുഷ്യനിലില്ല. ഒരു മനുഷ്യനും അങ്ങനെ പറയില്ല. മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയാൻ അത് മനുഷ്യനെ കൊണ്ട് പറ്റില്ല. ഭൂമി പരന്നതാണെന്ന് വിചാരിച്ചിരുന്ന കാലഘട്ടത്തിൽ ബൈബിൾ എഴുതി വെച്ച ഭൂമി ഉരുണ്ടതാണ്. സമുദ്രത്തിലെ മാർഗങ്ങൾ കണ്ടെത്തിയിട്ടില്ലാത്ത കാലത്ത് ബൈബിൾ എഴുതി വെച്ച സമുദ്രത്തിൽ മാർഗങ്ങളുണ്ട്. ഇത് ദൈവത്തിന് മാത്രം പറഞ്ഞുതരാൻ കഴിയുന്ന കാര്യങ്ങളാണ്, മനുഷ്യനെ കൊണ്ട് പറഞ്ഞുതരാൻ പറ്റില്ല. കൂട്ടുകാരനെ നിന്നെപ്പോലെ ക്ഷമിക്കണം, സ്നേഹിക്കണം, പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യണം. ഇതൊന്നും മനുഷ്യൻ പറയില്ല. മനുഷ്യൻ ക്രൂരതയോടുകൂടി ചെയ്യുകയുള്ളൂ. ഇപ്പോൾ ബൈബിളിൽ പറയുന്ന ഉപദേശങ്ങൾ ഒരിക്കലും മനുഷ്യന്റെ മനസ്സിൽ നിന്ന് വരില്ല. അത്രയും വിശേഷതയുള്ളവനല്ല മനുഷ്യൻ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നിത്യമായൊരു ബുദ്ധിവൈഭവമുണ്ട്. അതുകൊണ്ട് ന്യായമായി നമുക്ക് വിശ്വസിക്കാൻ കഴിയും ബൈബിൾ ദൈവത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ അതിലെ ഉപദേശങ്ങൾ ജീവിതത്തിലേക്ക് പ്രാപിക്കുന്ന മനുഷ്യൻ, സ്വീകരിക്കുന്ന മനുഷ്യന് തീർച്ചയായിട്ടും അല്ല ഉറപ്പും നിശ്ചയമുണ്ടാകും. ഇത് മനുഷ്യ സൃഷ്ടിയല്ല. ആകാശ ഭൂമി ഒഴിഞ്ഞു പോകും, ഇതിൻ്റെ വചനങ്ങൾ എന്നേക്കും നിലനിൽക്കും. ഇത് മനുഷ്യ സൃഷ്ടിയല്ല. മനുഷ്യത് എഴുതാൻ കഴിയുകയില്ല, അത് എഴുതണമെന്ന് ആഗ്രഹിച്ചാൽ പോലും സാധിക്കില്ല. അത്തരത്തിലുള്ള ഉന്നതമായ നിലവാരമാണ് ബൈബിൾ ആവശ്യപ്പെടുന്നത്. ഉന്നത ജ്ഞാനമാണ്, ഉന്നത ധാർമ്മികതയാണ്, ഉന്നതമായിട്ടുള്ള അവസ്ഥയാണ് ബൈബിളിലെ സത്യങ്ങൾ. അത് മനുഷ്യൻ്റെ മനസ്സിൽ കിട്ടുന്നതല്ല. അതുകൊണ്ട് ഈ വെളിപാട് എന്ന് പറയുന്ന ഈ വാദഗതി, അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് ദൈവമില്ല എങ്കിൽ എവിടെ നിന്ന് ഈ വെളിപാട് വന്നു? ദൈവം സ്വർഗത്തിലില്ല, ദൈവം അന്ന് അസ്തിത്വം ഉണ്മ ഇല്ല എങ്കിൽ ഈ വെളിപാട് എവിടെ നിന്ന് വന്നു?
അപ്പോൾ ദൈവമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം തന്നെ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. മനുഷ്യന് ദൈവത്തെ ആവശ്യമുണ്ട്. ദൈവം മനുഷ്യനെ കൈവിട്ട് കളയില്ല. അവനോട് പറയേണ്ടതൊക്കെ പറയും, കാണിച്ചു കൊടുക്കേണ്ട കാണിച്ചു കൊടുക്കും, ആലോചന പറഞ്ഞു കൊടുക്കും, ബുദ്ധി പറഞ്ഞു കൊടുക്കും. പക്ഷെ സ്വീകരിക്കണം. തിരഞ്ഞെടുക്കാനുള്ള കഴിവ് പക്ഷേ മനുഷ്യനാണ്. അപ്പോൾ ഈ വാദങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് ചേർത്താൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള 7 വാദങ്ങളാണ് നമ്മൾ കണ്ടത്. അതെല്ലാം ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ വിശ്വാസത്തിലേക്ക് നയിക്കാൻ ശക്തമായ വാദങ്ങളാണ്. ഭൗതികവാദം അത് യുക്തിയില്ലാത്തതാണ്, ന്യായമില്ലാത്തതാണ്. പരിണാമവാദത്തെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കും. അപ്പോൾ മനസ്സിലാകും എത്ര യുക്തിയില്ലാത്ത ന്യായമല്ലാത്ത വാദഗതികളാണ് മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള 7 വാദങ്ങൾ വളരെ ശക്തമാണ്. അപ്പം ദൈവത്തിൻ്റെ അസ്തിത്വത്തിലുള്ള വിശ്വാസം നമുക്ക് ജീവിക്കാനുള്ള യഥാർത്ഥ കാരണം തരും. എന്തിന് ജീവിക്കുന്നു എന്നുള്ള യഥാർത്ഥമായ ബോധ്യം, നിശ്ചയം, ഉറപ്പ് ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടാലുണ്ടാകും. ഒരു ദൈവമുണ്ടെന്ന്, എൻ്റെ സഹായമായ ദൈവത്തിൽ നിന്നാണ്, ദൈവം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും, ദൈവത്തിൻ്റെ നടത്തിപ്പിന് ഞാൻ വിധേയപ്പെട്ടാൽ ദൈവനെ അനുഗ്രഹമായി നടത്തുമെന്നൊക്കെയുള്ള ബോധമുണ്ടെങ്കിൽ യോബിനെപ്പോലെ ഏത് കഠിനമായ സാഹചര്യത്തിലൂടെയും നമ്മൾ പുറത്തു വരും. ദൈവവിശ്വാസി എന്നതിൻ്റെ പേരിൽ തലകുനിച്ച് നടക്കേണ്ട കാര്യമില്ല. ബൈബിൾ വായിക്കുന്നത് കണ്ടിട്ട് മറ്റുള്ളവർ പരിഹസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പേടിക്കേണ്ട, തലകുനിച്ച് ലജ്ജിക്കേണ്ട കാര്യമില്ല. ആരാ ലജ്ജിക്കേണ്ടത്? നിരീശ്വരവാദി, പരിണാമവാദി, ദൈവത്തെ നിഷേധിക്കുന്നവർ. അവർ ആണ് ലജ്ജിക്കേണ്ടത്. അവരാണ് വാസ്തവത്തെ മൂഢന്മാർ. അവരാണ് ലജ്ജിക്കേണ്ടത്, അവരാണ് തലതായിക്കേണ്ടത്. കാരണം ഊഹങ്ങളിൽ അടിസ്ഥാനപ്പെട്ട അനുമാനങ്ങളിൽ ആശ്രയിച്ച് ജീവിക്കുന്ന അവരാണ് ലജ്ജിക്കേണ്ടത്. പദാർത്ഥമാണ് എല്ലാം എന്ന് പറയുന്നവർ, പദാർത്ഥത്തിൻ്റെ ഉറവിടത്തെ കണ്ടെത്താൻ കഴിയാത്ത അവരാണ് ലജ്ജിക്കേണ്ടത്. വിശ്വാസിയല്ല. യഥാർത്ഥ സത്യവിശ്വാസി ലജ്ജിക്കില്ല. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പൗലോസ് പറയും. നാം ലജ്ജിക്കുന്നുണ്ടോ ക്രിസ്ത്യനുകൾ? പൗലോസ് എന്നെക്കുറിച്ച് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കരുതേ തിമോത്തിയോസേ, ദൈവത്തെക്കുറിച്ച് ലജ്ജിക്കരുത്. ദൈവവിശ്വാസി എന്ന് പറയാൻ എവിടെ പോകുന്നു? ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടായ്മയിലേക്ക് പോകും. ലജ്ജിക്കരുത്, കള്ളം പറയരുത്. നമ്മുടെ വിശ്വാസത്തിൽ നിശ്ചയം വേണം. അപ്പോൾ ഇതുവരെ പറഞ്ഞ 7 വാദങ്ങൾ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഒന്നുകൂടെ ഒന്ന് ക്രോഡീകരിക്കുകയാണ്. ഇത് ആദ്യം മുതൽ കേൾക്കാത്തവർക്കും ഇത് ചില പുതിയ വിവരങ്ങൾ കൂടെ ചേർത്താണ് ഇത് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കണ്ടത് ഈ പഠനം, ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ എന്ന പഠനം ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാനമാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ന്യായം, യുക്തി, നിരീക്ഷണം എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നാം തിരിച്ചറിയുന്നത് ക്രിസ്ത്യാനിത്വം പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ, അറിവുകൾ ദൈവം തന്നെ തന്നിരിക്കുന്നു. പ്രപഞ്ചത്തിൽ ഈ കല്ലുകൾ സംസാരിക്കും എന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ ഈ ഭൂമി തന്നെ സംസാരിക്കുകയാണ് ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവുകൾ. അനേക തെളിവുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം ഈ പഠനം എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടും. നമ്മൾ ഡോക്ടർമാരാകണ്ട, കാരണം വൈദ്യശാസ്ത്രത്തിൻ്റെ പല മേഖലകൾ നമ്മുടെ ഈ കൂട്ടത്തിൽ സംസാരിക്കും. ശാസ്ത്രജ്ഞനാകണ്ട, ശാസ്ത്രീയമായ പല കാര്യങ്ങൾ നമ്മൾ വിഷയത്തിൽ സംസാരിക്കും. ഭാഷാ പണ്ഡിതനാകണ്ട, പലതരത്തിലുള്ള അങ്ങനെയുള്ള പരിജ്ഞാനത്തിൻ്റെ ഔന്നിത്യമേറിയ പല കാര്യങ്ങൾ നമ്മൾ പഠിക്കും. തത്വചിന്തനാകണ്ട, ചരിത്രകാരനാകണ്ട, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ഈ പഠന പരമ്പരയിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് വേണ്ടതെന്താണ്? തുറന്ന ഹൃദയം, സത്യസന്ധത, തുറന്ന മനസ്സ്. നമ്മുടെ മുമ്പിൽ നൽകപ്പെടുന്ന തെളിവുകളോട് തുറന്ന മനസ്ഥിതി, ഉള്ളവരെ പോലെ ഉത്തമമായ മനസ്സ്. ഇത് സത്യമാണോ? സത്യം ആണെങ്കിൽ ഞാൻ എനിക്കുണ്ട് പ്രതികരണം എന്തായിരിക്കണം എന്ന തുറന്ന മനസ്സ്. ഈ പഠനത്തെയാണ് ക്രിസ്തീയ വിശ്വാസ പ്രതിവാദക ശാസ്ത്രം എന്ന് വിളിക്കും. അപ്പോളജറ്റിക്സ് എന്ന മേഖലയിൽ വരുന്ന പഠനമാണിത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തെ പ്രതിരോധിക്കുവാൻ, യുക്തിസഹജമായി പ്രതിരോധിക്കാൻ, അന്ധമായി ഒന്നും അറിയാതെ പ്രതിരോധിക്കുകയല്ല. അത് ശരിയാണ്, ഞാൻ പറയുന്നത് ശരിയാണെന്ന് പറയുകയില്ല. ശരി എന്ന് പറയുന്നതിൻ്റെ ന്യായവും കാരണവും നിരത്തിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ പ്രതിരോധിക്കുന്നതിനുള്ള പഠനമാണ്. നമ്മുടെ ഒരാൾ ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു കൊടുക്കുക. അയാൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് നിശ്ചയമുണ്ടാകണം. ഈ വാദം എന്ന് പറഞ്ഞാൽ പോരാട്ടമെന്നല്ല, സംഭാഷണമാണ്. അതുകൊണ്ട് വാദഗതികൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. വാദഗതികൾ പോരാട്ടമല്ല, വഴക്കല്ല, അത് സംഭാഷണമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പഠനം? ഒന്നാമത്, ഈ പഠനത്തിൻ്റെ ആവശ്യകത എന്തെന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യരോട് പറയുന്നു, നീ വിവേചനമുള്ളവനാകണം, ന്യായമറിയുന്നവനും അനുമാനമറിയുന്നവനും. കാരണം ദൈവം മനുഷ്യന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. അത് മനുഷ്യൻ ഏറ്റവും അധികം മനസ്സിലാക്കണം.
ഈ കാൽവിനിസ്റ്റ് എന്ന് പറയുന്ന ദുരുപദിഷ്ടക്കന്മാരുടെ പഠനമല്ല ശരി. മനുഷ്യര് സ്വതന്ത്രമായ തീരുമാനമെടുക്കും. കാരണം ജനിച്ചപ്പോഴേ സ്വർഗത്തിലും നരകത്തിൽ പോകാൻ നേരത്തെ തീരുമാനിച്ച് വെച്ചിരിക്കുകയല്ല ഈ മനുഷ്യർ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ദൈവം അതിനുള്ള കഴിവ് നമുക്ക് തന്നു. ഓരോ വ്യക്തികളുടെ ഉത്തരവാദിത്തമാണ്. അതനുസരിച്ചാണ് അവസാനം ന്യായവിധി നേരിടാൻ പോകുന്നത്. ദൈവം നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള എല്ലാ തെളിവുകളും ചുറ്റും തരും. എല്ലാ തെളിവും ചുറ്റും നിരത്തി വെച്ചിട്ടാണ് നമ്മോട് ജീവിതത്തിൻ്റെ ശരിയായ തീരുമാനമെടുക്കാൻ തിരഞ്ഞെടുപ്പ് നടത്താനായിട്ട് ആവശ്യപ്പെടുന്നത്. എല്ലാ മനുഷ്യർക്കും ഈ തിരഞ്ഞെടുപ്പിനുള്ള അവകാശമുണ്ട്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ യോശുവ ഇപ്രകാരം എഴുതി. ആ വേദഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യോശുവ 24:15. യോശുവ എന്ന മോശയുടെ ദാസനായ യോശുവ അവസാനമായി പറഞ്ഞതാണ്, യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിൽ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തെരഞ്ഞെടുത്തുകൊള്ളുവീൻ. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അത് യോശുവയുടെ തെരഞ്ഞെടുപ്പ്. ദൈവം പറഞ്ഞ തെരഞ്ഞെടുക്കുക, നിങ്ങൾ തെരഞ്ഞെടുക്കുക. ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്ന് സത്യദൈവത്തെ യഹോവയെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ യഹോവയെ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ആ മറ്റേ ദേവന്മാരെ തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കുക. ദൈവം നിർബന്ധിക്കുന്നില്ല. ദൈവം ഒരിക്കലും നിർബന്ധിച്ച് കൈപിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് വരുന്നില്ല കർത്താവിൻ്റെ സഭയിലേക്ക് ആരെയും. അനുസരണത്തിലേക്ക്, സ്നാനത്തിലേക്ക് തിരഞ്ഞെടുക്കുക. ദൈവം നിർബന്ധിക്കുന്നില്ല ഒരിക്കലും. ബൈബിൾ ചരിത്രം പഠിച്ചാൽ കൃത്യമായി കാണാം ദൈവം ഒരിക്കലും നിർബന്ധിക്കും. 2 വഴികൾ മുമ്പിലുണ്ട്. ഈ വഴി തിന്നരുത്. ആവർത്തനം 28-29 അധ്യായങ്ങളും 2 മലകളുടെ മുമ്പിലാണ് ജനത്തെ നിർത്തിയത്. നിങ്ങൾ തിരഞ്ഞെടുക്കുക, അനുഗ്രഹം വേണോ ശാപം വേണോ. ഇത് മനുഷ്യരുടെ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പുകളുടെ ആകത്തുകയാണ് ജീവിതം. ഈ തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം പക്ഷെ ഉത്തരവാദിത്വമുണ്ട്, കണക്ക് പറയേണ്ടി വരും. ഇപ്പം നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശരിയായ തെരഞ്ഞെടുപ്പിന് അതിന് എന്ത് വേണം? ശരിയായ വിവരം വേണം, ശരിയായ അറിവ് വേണം, ശരിയായ തെളിവുകൾ വേണം. അപ്പോഴേ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് ന്യായം വേണം. കാരണം ഇന്ന് ലോകത്തിൽ പല വിശ്വാസ സംഹിതകളുണ്ട്. നമ്മുടെ ചുറ്റും ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ ചില കടകളിൽ ചെന്നാൽ വാച്ച് എത്രയോ തരത്തിലുള്ള വാച്ചുകളാണ്. കോടിക്കണക്കിന് രൂപയുള്ള വാച്ചുണ്ട്, 150 രൂപയുടെ വാച്ചുണ്ട്. ഏതെല്ലാം മോഡൽ, ഏതെല്ലാം ടൈപ്പ്, ഏതെല്ലാം കമ്പനി എന്നതുപോലെ വിശ്വാസത്തിന് വേണ്ടി പലത് നിരന്ന് നിൽക്കുകയാണ്. അനേകം ആൾക്കാർ അന്ധമായി ഇതിൽ പലതിലും ചെന്ന് വീണിരിക്കുകയാണ്. ജീവിതത്തിൽ അതിൻ്റെ പുറകെ അന്ധമായി പിൻപറ്റുകയാണ്. ഇപ്പം മനുഷ്യവർഗം എന്ന് പറയുന്ന മഹാസാഗരത്തിൽ ഓപ്ഷൻസ്, തിരഞ്ഞെടുക്കാനുള്ള സാധ്യതകൾ വളരെയാണ്, നിറഞ്ഞു കിടക്കുകയാണ്. ഏകദേശം 200 കോടിയുള്ള ജനങ്ങൾ ബൈബിൾ പൊതുവായിട്ട് വിശ്വാസി ക്രിസ്ത്യാനി എന്ന് പറയുന്നതാണ്. യഥാർത്ഥ സത്യവിശ്വാസിയെക്കുറിച്ചല്ല. 200ഓളം കോടി ജനങ്ങൾ ആ മാർഗത്തിൽ. 150 കോടി ജനങ്ങൾ ഇസ്ലാം മാർഗത്തിൽ, 100 കോടി ജനങ്ങൾ ഹൈന്ദവ മാർഗത്തിൽ, വേറെ 100 കോടി ബുദ്ധിസ്റ്റ് മാർഗം. കൂടാതെ അഗ്നോസ്റ്റിസം, സ്കെപ്റ്റിസിസം, കമ്മ്യൂണിസം, എത്തീസം, സൂഫിസം, സൊറാനിസ്ട്രിയം, സിക്കിസം, ജൈനിസം തുടങ്ങി അങ്ങനെ കുറേ ജനങ്ങൾ, ലക്ഷക്കണക്കിന്. അപ്പോൾ ഇങ്ങനെ മനുഷ്യർ ഓരോരുത്തരും അവരുടെ ജീവിതത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. അവിടെയും ഇപ്പോഴും പലരും അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. പകല് റാന്തലിൽ തൂക്കി നടന്നതായ മനുഷ്യനെ പോലെ സത്യം തേടി ഇന്നും നടക്കുന്ന അനേകരുണ്ട്. ഓടി നടക്കുകയാണ് പലയിടത്തും. ഇവിടെയാണ് ഒരു ദൈവ പൈതലിൻ്റെ, ഒരു ദൈവവിശ്വാസിയുടെ ഉത്തരവാദിത്വം. ഇങ്ങനെയുള്ള മനസ്സിലേക്ക് ദൈവത്തെക്കുറിച്ചുള്ള അസ്തിത്വത്തിൻ്റെ തെളിവുകൾ അവതരിപ്പിക്കുകയാണ്. അവർക്ക് ന്യായം കാണാൻ, വിവേചിക്കാൻ, തീരുമാനമെടുക്കാൻ അവരെ സഹായിക്കുക. അതുകൊണ്ടാണ് ഈ പഠനം ആവശ്യമായിരിക്കുന്നത്. മറ്റൊരു കാരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തിൻ്റെ കൽപ്പന. കർത്താവ് യേശു സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോകും മുമ്പായിട്ട് അന്ത്യ ആജ്ഞാപനം തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കണം. സ്വർഗത്തിലെ ഭൂമിയിലും അധികാരിയായ കർത്താവാണ് അത് പറഞ്ഞത്. സ്വർഗത്തിലെ ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ടെന്ന് അരുളി ചെയ്തു. ഇപ്പൊ സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ, നിങ്ങൾ പുറപ്പെട്ടു പോകുവീൻ. ഇംഗ്ലീഷിൽ ഗോ ഈ therefore, എല്ലാ വിഭാഗങ്ങളിലേക്ക് നിങ്ങൾ പോകുക എന്നാണ്. അപ്പോൾ പോകുവാനുള്ളൊരു ആഹ്വാനം ദൈവത്തിൻ്റെ ശിഷ്യന്മാർക്ക് നൽകുകയാണ്. ഈ പോകുമ്പോൾ എന്ത് ചെയ്യണം? ഉപദേശിക്കണം. ടീച്ചിങ്, ഉപദേശിക്കുകയാണ് ഇതിനുള്ള മാർഗം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ ഉപദേശിപ്പാൻ തക്കവണ്ണം.
ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും നിങ്ങൾ ഉപദേശിക്കണം. ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ന്യായം കാണാനും വിവേചിക്കാനും ബോധപൂർവം തീരുമാനമെടുക്കുവാനും നിങ്ങൾ ഉപദേശിക്കണം. കാരണം സത്യം നിലനിൽക്കുന്നു, സത്യമുണ്ട്. നാം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സത്യം നിലനിൽക്കുന്നു. ട്രൂത്ത് എക്സിസ്റ്റ്. സത്യമുണ്ട്. നമ്മുടെ തിരഞ്ഞെടുപ്പും തീരുമാനം അനുസരിച്ചല്ല അത് നിലനിൽക്കുന്നത്. നമ്മൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മളല്ല സത്യം നിർണയിക്കുന്നത്. സത്യമുണ്ട്. കർത്താവ് യേശുവിലൂടെ കടന്നു വന്നതാണ് കൃപയും സത്യവും. അത് നമ്മൾ തെളിയിക്കേണ്ട. സത്യമുണ്ട്. നമുക്കും അപ്പുറമാണത്. നാം വിവേചന ബുദ്ധി ഉപയോഗിക്കണം, ന്യായമായ ബുദ്ധി, യുക്തി ഉപയോഗിക്കണം. അതിനുള്ള തെളിവ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അത് നിരീശ്വരവാദിയാകാം, അഗ്നോസ്റ്റിക്സ് ആകാം, ചാർവികനാകാം, ദൈവം ഇല്ലെന്ന് പറയുന്നവൻ, ദൈവം ഉണ്ടെന്ന് തെളിവില്ലെന്ന് പറയുന്നവൻ, ദൈവ ഭൂമിയിൽ ഇടപെടുന്നില്ല എന്ന് പറയുന്നവർ, പല ബഹുദൈവ വിശ്വാസത്തിലായിരിക്കുന്ന പോളിത്തീസ്റ്റുകാർ, ആരുമാകട്ടെ, അവരോട് ഇടപെടേണ്ടി വന്നാൽ നമ്മളുള്ള വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് വിവേചനം കൊടുക്കാൻ നാം അവരെ പഠിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ബൈബിളിൽ ഈ പഠനത്തിന് സഹായിക്കുന്ന ചില വാക്യങ്ങളുണ്ട്. അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാമത് യെശയ്യാവിൻ്റെ പുസ്തകം 1-18 വാക്യം. യെശയ്യാപ്രവൻ്റെ പുസ്തകം 1-18 വാക്യത്തിലെ യെശയ്യാപ്രവൻ ഇപ്രകാരമാണ് വിളിച്ചു പറഞ്ഞത്. യെശയ്യാവ് 1:18. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്: വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടുചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ ആയിട്ട്. വരുവിൻ, നമുക്ക് വാദിക്കാം. റീസൺ ടുഗദർ. നമുക്ക് ഒരുമിച്ചൊന്ന് സംസാരിച്ച് നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ചില തെളിവുകൾ തരാം, നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിലെ ന്യായയുക്തി കണ്ടെത്തും എന്നർത്ഥമാണ് ദൈവം ആവശ്യപ്പെടുന്നത്. രണ്ടാമത് 1 പത്രോസ് 3:15 നമ്മൾ ഈ പഠനത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്ന വാക്യം. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയും: നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കും. എപ്പോഴും ഒരുങ്ങിയിരിക്കണം. എനിക്കറിയില്ല എന്നല്ല, നമുക്ക് അറിയണം. എന്തുകൊണ്ട് ഞാൻ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു? ക്രിസ്തു ദൈവമെന്ന് പറയുന്നു. കർത്താവിൻ്റെ സഭയാണ് ഏക മാർഗം, ഏക കർത്താവ് പണിത സഭയാണെന്ന് എന്തുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു? ന്യായം പറയാൻ കഴിയണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചത് ആവശ്യമാണ്. യുക്തിപരമായി ന്യായത്തോടുകൂടി ഉത്തരം പറയണം. പറയേണ്ടത് വേറെ സൗമ്യമായിട്ട് ഭക്തിയോടും കൂടി, അത് വേറെ രീതിയാണ്. അപ്പോൾ നമ്മൾ പറയാൻ, തെളിയിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഫിലിപ്പ് ലേഖനം 1-17 ഭാഗത്തിൽ പൗലോസ് കാരാഗത്തിൽ കടന്നുകൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞ ഇപ്രകാരമാണ്. അതിൻ്റെ 16-ാം വാക്യം: ചിലരോ നല്ല മനസ്സോടെ തന്നെ, കാരണം ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ് പൗലോസ് കാരാഗത്തിൽ കിടക്കുന്ന അറിഞ്ഞിട്ട് പോലും. ചിലർ നല്ല ഉദ്ദേശത്തോടെയല്ല, ചിലർ നല്ല മനസ്സോടെ തന്നെ. അവർ സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ഞാൻ സുവിശേഷത്തിൻ്റെ പ്രതിവാദം, ഡിഫൻസ് പ്രതിരോധിക്കുകയാണ്. കാരണം അത്രയ്ക്കും പോരാളികളാണ്, ശത്രുക്കളാണ്. അനേകം ആൾക്കാരാണ് സുവിശേഷത്തെ, ക്രിസ്തുവിനെ, ദൈവത്തെ തകർക്കാൻ ഇങ്ങനെ ലോകം മുഴുവൻ ഓടി നടക്കുന്നത്. അതിൻ്റെ നടുവ് വിശ്വാസം കയ്യിൽ ഒരു പരിചയം എടുത്ത് കൊടുത്തിട്ടുണ്ട്. വിശ്വാസം എന്ന പരിചയം. അതിൽ പൂർണ്ണ നിശ്ചയം പൂണ്ട ആ പരിചയം മുറുകെ പിടിക്കണം. ഉറപ്പ് വേണം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വഴുതി പോകും. കൊലോസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്ന വാക്യം, കൊലോസ് 4:6 പറയുന്ന ഇപ്രകാരമാണ്: നിങ്ങൾ ഓരോരുത്തരോട് എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്കെപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് ദൈവമക്കൾ. ഇപ്പം ക്രിസ്ത്യാനിത്വം എനിക്കറിയില്ല എന്ന് പറയുന്ന മതമല്ല. ഒരു യഥാർത്ഥ ദൈവ പൈതൽ, അവനിലുള്ള പ്രത്യാശ, അവൻ്റെ വിശ്വാസത്തിൻ്റെ ആധാരം കുറച്ച് നിശ്ചയമുള്ളവനായിരിക്കണം. കാരണം വിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഒരു വിശ്വാസം നിശ്ചയമുള്ളവനായിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ പഠനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ അടുത്ത അവതരണത്തിലും നമ്മൾ പഠിച്ച വിഷയത്തിൻ്റെ കുറിച്ചൊരു അവലോകനം പോലെ പുതിയ അറിവുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വിട്ടുപോയവർക്ക് വേണ്ടിയും വ്യക്തമാകാത്തവർക്ക് വേണ്ടിയും ചില കാര്യങ്ങൾ വീണ്ടും അവതരിപ്പിക്കുക. ഈ പഠനം ദീർഘമേറിയ പഠനമാണ്. കഴിയുന്നതും എല്ലാ പഠനങ്ങളും ഉപയോഗിക്കാനും പഠിക്കുവാനും സൂക്ഷിക്കുവാനും ശ്രദ്ധിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.